ഹായ്. എന്ത് പറയുന്നു എല്ലാരും? എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുക. ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടൊക്കെ എല്ലാവരും ഇരിക്കുക. പിന്നെ റെസിപ്പീസ് ഒക്കെ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം ടൈം കിട്ടുമ്പോഴൊക്കെ. പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പായസമാണ്. അപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്ന എനിക്ക് ഇങ്ങനെ ശർക്കരയെ വെക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം പാലിൽ വെക്കുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പണ്ട് മുതലേ ഈ രീതിയാണ് ചെയ്യുന്നത്. എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ചേരുവകള് അരിയുടെ അടയാണ്. നമ്മുടെ പാലടയൊന്നുമല്ല, നമ്മുടെ സാധാ അട. പക്ഷെ എനിക്കിവിടെ കിട്ടിയില്ല, നേർത്ത ടൈപ്പുള്ള അടയാണ് കിട്ടിയത്. ഭയങ്കര ലോലമായിട്ടുള്ള അട, അതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മളിത് സാധാരണ നമ്മൾ ശർക്കരയിലല്ലേ ചെയ്യുന്നത്, ഞാനിവിടെ പാൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ലിറ്റർ പാലാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അട ഒരു 250 ഗ്രാമോളവേ ഉള്ളൂ കേട്ടോ. അതുപോലെ ചവ്വരി 1 കാൽ കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യ് ഒരു 2-3 ടേബിൾ സ്പൂണോളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറുത്ത മുന്തിരി, കാഷ്നട്ട്, ഏലക്ക, ചുക്ക്, 5-6 ബദാം, ഇത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ഈ പായസത്തിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പാല് നന്നായിട്ട് വെട്ടിത്തിളപ്പിക്കണം. അതുപോലെ തന്നെ നമുക്കൊരു പാത്രം എടുത്ത്, ഒരു അടിക്കട്ടിയുള്ള പാത്രം വേണം പായസം വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ. ഫസ്റ്റ് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നെയ്യ് ചൂടായി വിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അടയില്ലേ, അതിനകത്തിട്ട് നെയ്ക്കകത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം. ചൂടായിട്ടുണ്ട്, നമുക്ക് അതിനകത്ത് അടയിട്ട് കൊടുക്കാം. അട നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം. അടയാണെങ്കിൽ എനിക്ക് ഈ ശർക്കര വെച്ചിട്ടുള്ള അടപ്രഥമനേക്കൊക്കെ ഇഷ്ടം ഇങ്ങനെ പാല് വെച്ചിട്ടുണ്ട്. വീട്ടിലെല്ലാവർക്കും അതാണ് ഇഷ്ടം. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ പിന്നെ ഞങ്ങൾക്ക് ഈ ശർക്കരയെക്കാട്ടി ഇങ്ങനത്തെ പായസം കുടിക്കണം, പാൽപ്പായസം കുടിക്കണം. അട വെച്ചിട്ടുള്ള അട നന്നായിട്ട് വറുത്തെടുക്കണം. അട വറുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ചവ്വരിയും കൂടി ഇട്ടു. ആ നെയ്ക്കകത്ത് കിടന്ന് ചവ്വരിയും അടയും കൂടെ നന്നായിട്ട് വറുത്തെടുക്കണം. നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം. ഓവറായിട്ട് അങ്ങ് വറുത്ത് പോകരുത്. ഓവറായിട്ട് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇച്ചിരി ഇങ്ങനെ പാലോ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാൻ നോക്കിയാലും അട നന്നായിട്ട് ഇങ്ങനെ വെന്ത് വരത്തില്ല. അതൊരു മീഡിയം ടൈപ്പിൽ നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം. ഇതിങ്ങനെ വറുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ആ പഞ്ചസാര, ഇത് ഈസി ആയിട്ടുള്ളൊരു പായസമാണ്. അതാണ് ഞാൻ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരേ ടൈമിൽ തന്നെ ഇതെല്ലാം നടക്കണം. പഞ്ചസാരയും മറ്റേ ഏലക്കയില്ലേ, ഏലക്കയും ഇച്ചിരി ചുക്കും കൂടെ ഒന്ന് മിക്സിക്കകത്ത് പൊടിച്ചെടുക്കാൻ നമുക്ക്. ഇത് നമുക്ക് ആവശ്യത്തിനുള്ള വറുത്തായിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് ചൂടാക്കിയ ചൂടുപാലില്ലേ, കുറച്ച് അതിങ്ങനെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് അടയും ചവ്വരിയും കൂടെ നമുക്ക് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളവും കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കും. ഇത് കിടന്ന് നന്നായിട്ട് വെന്ത് വരും. അതുവരെ നമുക്ക് നടച്ച് വെച്ച് വേവിക്കാം. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് കാജു ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കാം. ബദാം ഇട്ട് കൊടുക്കാം. തുറന്ന് നോക്കാം നമുക്ക് എന്തായെന്ന് നോക്കാം.
വെന്തിട്ടുണ്ട്, അട വെന്തിട്ടുണ്ട്. ചവ്വരി കുറച്ചും കൂടെ വേകാനുണ്ടല്ലോ. ചവ്വരി കുറച്ചുകൂടെ വേകണം. ചവ്വരി കുറച്ചുകൂടെ വെന്തിട്ടേ നമുക്ക് ആ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചിലപ്പോൾ ചവ്വരി വെന്തില്ലല്ലോ, അത് കാരണത്താണ്. നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ശർക്കര പായസമാണോ, അതായത് ശർക്കര പ്രഥമനാണോ ഇഷ്ടം, ഈ പാൽ പഞ്ചസാര പ്രഥമനാണോ ഇഷ്ടം? എല്ലാം ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് പറയണം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു പായസമാണ് നമ്മുടെ സേമിയ വയ്ക്കുന്നത് പോലെ തന്നെയാണ്. പിന്നെ ഞാൻ ആ ചുക്ക് ചേർത്തതാണെങ്കിൽ കൂടുതൽ ചെടിക്കാതിരിക്കാൻ അടയ്ക്കൊരു പ്രത്യേക മണമുണ്ടല്ലോ, ആ ഒരു മണമൊക്കെ ഏലക്ക ഇടുമ്പോൾ തന്നെ മാറും. എങ്കിലും ചുക്കും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ പായസം. അതുകൊണ്ടിട്ടാണ് ചുക്കിട്ടത്. ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അട നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഇളക്കി കൊടുത്ത് പിന്നെ കുറച്ച് പാല് കുറേശ്ശെയായിട്ട് നമുക്കിങ്ങനെ ഒഴിച്ച് കൊടുക്കും. ഇന്ന് മകരസംക്രാന്തി ആയതുകൊണ്ടിട്ടാണ് പായസം വയ്ക്കുന്നത്. ഇന്ന് മകരസംക്രാന്തിക്ക് നിങ്ങൾക്ക് നാളെ ഇത് കാണാൻ പറ്റത്തുള്ളൂ. നാളെ അല്ലേ മകരമൊന്ന്. നാളെ നിങ്ങൾ മകരമൊന്നുമായിട്ട് ഈ പായസം ഉണ്ടാക്കണം കേട്ടോ. അത് അടയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കും. അടപ്രഥമനെക്കാട്ടി ശർക്കര അടയെക്കാട്ടി വെല്ലുന്നൊരു പായസമാണ് ഇത്. നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ പഞ്ചസാര നമ്മൾ ആദ്യം കുറച്ചല്ലേ ഇട്ടുള്ളൂ, കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അടയ്ക്കകത്തൊക്കെ നന്നായിട്ട് പിടിക്കണം. ഇരിക്കുമ്പോഴാണ് മധുരം അങ്ങോട്ട് പിടിക്കുന്നത്. 1 കപ്പ് പഞ്ചസാരയല്ലേ എടുത്തുള്ള ആൾക്കാർ. പഞ്ചസാരയുടെ അകത്ത് ചുക്കും ഏലക്കയും കൂടി ഇട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പം ആ മണം നിലനിൽക്കും പഞ്ചസാര ഇട്ട് അടിക്കുമ്പോഴേ. എല്ലാവരും മകരസംക്രാന്തിയായിട്ടൊക്കെ എന്തെടുത്ത് ഇവിടെ പിള്ളേരൊക്കെ പട്ടമൊക്കെ പറത്തി കുഴഞ്ഞിരിക്കുന്നു. ഇവിടെ ഉത്തരായനല്ലേ, പട്ടം പറത്തിലാണ്. നമ്മുടെ ഗുജറാത്തിലെ കൂട്ടുകാരുമായിട്ടൊക്കെ പട്ടമൊക്കെ പറത്തി. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എന്താന്ന് വെച്ചാൽ ഇതാണെങ്കിൽ മകരസംക്രാന്തിയായിട്ട് എന്തെങ്കിലുമൊക്കെ സ്വീറ്റ്സ് ഉണ്ടാക്കും, എന്തെങ്കിലും പായസമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പം ഇനി ഞാൻ വിചാരിച്ചു എന്തായാലും പാലൊക്കെ ഒത്തിരി ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു പായസം നിങ്ങൾക്കും കൂടെ കാണിക്കാമല്ലോ, വീഡിയോയും കൂടെ പിടിക്കാമെന്ന് വിചാരിച്ചു. പായസം തന്നെ. അതുപോലെ തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ശർക്കര അടപ്രഥമനൊക്കെ മടുത്തിരിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ പായസമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വെറൈറ്റി ആയിട്ട്. ഇത് ഞാൻ പണ്ട് മുതലേ വെക്കുന്നതാണ് ഈ ടൈപ്പ്. എനിക്ക് ശർക്കരയെക്കാട്ടി കൂടുതൽ ഇഷ്ടം ഇങ്ങനെ അട കഴിക്കാനാണ്. ഈ വെള്ളപ്പായസത്തിലെ ഇട്ടിട്ട് അട ഇങ്ങനെ കഴിക്കാം. എന്താണ്ട് അരങ്ങിയാനങ്ങ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിനി ലാസ്റ്റ് കാഷ്നട്ടും ബദാമും അതൊക്കെ ഇങ്ങനെ എന്നിട്ട് കുറച്ച് നേരം എല്ലാം വെക്കുന്നത് പോലെ അടച്ചങ്ങ് വയ്ക്കുക. എന്നിട്ട് ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സെർവ് ചെയ്യാം. സ്വാദിഷ്ടമായിട്ടുള്ള പാൽ പ്രഥമനില്ലേ, അത് റെഡിയായിട്ടിരിക്കുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അട കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയണം. അപ്പോൾ ഓക്കെ, ബൈ.